ഒരു കഥയോ കാര്യങ്ങളൊന്നും എനിക്കിപ്പോഴും അറിയില്ല. ഞാൻ സിനിമയും കണ്ടിട്ടില്ല. എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നിരുന്നു. ഇതിന്റെ ഒരു വൺ ലൈൻ, ഒരു ഡീറ്റെയിൽ സ്ക്രിപ്റ്റിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ജയ്സന്റെ ഒരു ബലത്തിലാണ് സിനിമ വന്നത്. പക്ഷെ എനിക്ക് കിട്ടിയ ക്യാരക്ടർ ഇല്ല. ഇത് ജയ്സന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു, ഇങ്ങനെയൊക്കെ പറയണം. നല്ലൊരു കഥാപാത്രം അല്ലേ? ഞാൻ ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ടുള്ളൊരു സാധനം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഒരു നാട്ടിലെ എല്ലാ രാഷ്ട്രീയപരമായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു ചെറുപ്പക്കാരൻ വെള്ളയൊക്കെ ഇട്ടിട്ടുള്ളത് ഇത്ര ഒരു കഥാപാത്രമാണ് ചെയ്തത്. നമ്മളിപ്പോൾ കുറേ ആയി കണ്ടിട്ടുണ്ട്. ഒരുപാട് ഒരു സിനിമയിൽ നിന്നും വലിയ ഗ്യാപ്പുകൾ വരാറുണ്ട് നമുക്ക് പോലും. അത് എന്തുകൊണ്ടാന്ന് ആലോചിച്ചിട്ടുണ്ടോ? മനഃപൂർവ്വം ചില ബ്രേക്കുകൾ ഉണ്ടാകാറുണ്ട്, മനഃപൂർവ്വം അല്ലാത്ത ബ്രേക്കുകൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സ്വന്തമായിട്ടൊരു പ്രൊഡക്ഷൻ പരിപാടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ട്. അതിനകത്തൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനകത്തൊന്ന് സക്സീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി. മമ്മൂക്കാക്ക് പ്രൊഡക്ഷൻ ഉണ്ട്. അത് അത്രയും വലിയ പ്രൊഡക്ഷൻ അല്ല ഇത്. മമ്മൂക്കാക്ക് പ്രൊഡക്ഷൻ ഉണ്ട്, ദുൽഖറിന്റെ പ്രൊഡക്ഷൻ ഉണ്ട്. ഇവിടെ കിടക്കട്ടെ അല്ലേ? ഉടനെ ഉണ്ടോ? ഉടനെ ഉണ്ടാവും അല്ലേ? ഉടനെ നടത്താനുള്ള പരിപാടിയാണ്. ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി വരുന്നു. ചേർന്ന് ഇന്നോട്ടോ നമ്മുടെ ഇത് മേടിച്ചൊക്കെ തിരിച്ചു കൊടുക്കും. ഞാനാണ് ഹീറോ എന്നാണ് എല്ലാവർക്കും അങ്ങനെ ഒരു ധാരണ ഉണ്ട്. അവിടെ ഓക്കെ കടലിലെ മീനൊക്കെ ചാവണം പുള്ളി ഇല്ലായിരിക്കണെങ്കിൽ. നിങ്ങളോട് അത് പറഞ്ഞിരുന്നോ? എടാ, സൗഹൃദത്തിന്റെ പുറത്ത് പടം ചെയ്യാണ്, പക്ഷെ നിനക്ക് അർഹിക്കുന്നത് ഞാൻ തരും പറഞ്ഞിരുന്നു. നമ്മളെ കോംപ്ലക്സിനെ പറ്റിയൊരു കാര്യം അത് തന്നു കഴിഞ്ഞപ്പോ നമ്മള് ഇത്രയും നമ്മൾ അർഹിക്കുന്നുള്ളൂ. സൂപ്പർ ആയിക്കോട്ടെ. അത് പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമില്ല. ക്യാമറ നമ്മുടെ പ്രൊഡ്യൂസറിന്റെ മുഖത്തേക്ക് നോക്കി വെക്ക്. ഇതൊക്കെ തന്നെ കൂടുതലാ പുള്ളിയുടെ ഇതൊക്കെ തന്നെ കൂടുതലല്ലേ. എനിക്കാണെങ്കിൽ ഈ പറഞ്ഞ മീൻകറി കിട്ടിയിട്ടില്ല. ഞാൻ ഡെയിലി പോയി വരുന്നതുകൊണ്ട് മീൻകറി എനിക്ക് മിസ്സായി. അല്ല, ഇനിയല്ല കറികൾ വരാൻ വന്നു പടത്തിൽ. എനിക്ക് ഒരുപാട് കറികൾ കിട്ടും. റിലീസ് കഴിഞ്ഞിട്ട് സക്സസ് ഒക്കെ ആകുമ്പോഴുള്ള കറികളുടെ എണ്ണം കൂടാൻ പോവാണ്. അതാണ് സിനിമ. അപ്പം അത് ചോദിക്കും, എനിക്ക് മാത്രമാണ് കളിക്കുമ്പോ ചിലപ്പോ കിട്ടാതിരിക്കും. പണ്ടപ്പോ എപ്പോഴും കിട്ടുമായിരുന്നു. നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോ ജയചേട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണൊക്കെ എടുക്കുമായിരുന്നു. ഇനിയിപ്പോ എങ്ങനെയാണെന്ന് അറിയില്ല. ഈ പറയുന്നത് പോലെ എനിക്ക് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ നമ്മളൊരു സിനിമയെ കുറിച്ച് സംസാരിക്കും, നമുക്ക് എന്തുമാത്രം സന്തോഷത്തിന്റെ മുഹൂർത്തത്തിലാണ് സമയം. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വലിയ സന്തോഷമാണ് വരുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ഒരു വിശ്വാസത്തെ കൂടുകയാണ്. നമ്മൾ വെറുതെ പറയുകയല്ല. എൻ്റെ ഒരു കാഴ്ചപ്പാട്, നമുക്ക് പല ഇന്റർവ്യൂവിൽ നമ്മൾ ഇരുന്നുണ്ട്, പല സ്ഥലത്തും നമുക്ക് പലതും സംസാരിക്കാൻ പറ്റാവുക. പക്ഷേ ഇത് നിങ്ങളുടെ ഒരു കൂട്ടായ്മയായിട്ട് തന്നെ വിരിഞ്ഞൊരു സിനിമയാണ്. അതായിരിക്കും ഈ സിനിമയുടെ വിജയം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ല, അതൊരു വിഷയമില്ല. 27-ാം തീയതി റിലീസ്. സിനിമകൾ വരും, വിജയിക്കും, ചിലത് പരാജയപ്പെടും. നമ്മളത് മുൻകൂട്ടി കണ്ടല്ലോ ഒരു സിനിമ എടുക്കുന്നത്. അത് കറക്റ്റ് കാര്യമാണ്. അതായത് ഈ പടം, അതാ ഞാൻ പറയുന്നത്, ജയപരാജയങ്ങൾ നമുക്കറിയത്തില്ല. അത് വേറൊരു ഐറ്റമാണ്. അതിനൊരു മാജിക് ഇനി തിയേറ്ററിലാണ് സംഭവിക്കേണ്ടത് അല്ലേ? അതിന് നമ്മളെടുത്ത എഫർട്ടോ നമ്മുടെ കഷ്ടപ്പാടായിട്ട് സത്യത്തിൽ ഒരിക്കലും. പക്ഷേ നല്ലൊരു സിനിമയുടെ ഭാഗമായതിന്റെ അഭിമാനത്തോടു കൂടിയാണ് ആ സന്തോഷം നമ്മൾ ശരിക്കും കാണുന്നുണ്ട്. ലൊക്കേഷനിലുണ്ടായിരുന്നു. നമ്മളൊരു നല്ല സിനിമയുടെ ഭാഗമാണ്, നമ്മൾ നല്ല സിനിമയുടെ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു പോസിറ്റിവിറ്റി നമ്മൾ ലൊക്കേഷനിലുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അസീസ് ഈ പല സിനിമയിലും അഭിനയിച്ചവരാണ്. പല സിനിമകൾ നമ്മൾ ഈ ഇടയ്ക്കൊക്കെ കുറേ സിനിമയുടെ ഭാഗമായിട്ട് കണ്ടിട്ടുണ്ട്. അസീസിന് എന്നും മനസ്സിൽ ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രം ഏത് സിനിമയാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റും? ഞാൻ ചെയ്ത എല്ലാ ക്യാരക്ടറും എനിക്ക് ഇഷ്ടം. അപ്പോൾ മറ്റേതാണ് നല്ലത്, അതാണ് നല്ലത്. ഞാൻ ചെയ്തിട്ടുള്ള എല്ലാം അങ്ങനെ അല്ലല്ല, ഒരിക്കലല്ല. എന്നാലും ഒരു ഇഷ്ടക്കൂടൽ ചെറുതായിട്ടുണ്ട്. ആർക്കും ഉണ്ടാവൂലേ ജീവിതത്തിൽ മാറ്റിമറിക്കുന്ന കഥാപാത്രം? അങ്ങനെ ചോദ്യം വന്നാൽ
അല്ല അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല, അതാണ് ഊച്ചെടുത്ത് അത് പറഞ്ഞത്. അത് ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പുള്ളി ജീവിതത്തെ ഉദ്ദേശിക്കുന്നത്. മാറ്റിമറിച്ചതാണെങ്കിൽ കണ്ണൂർ സ്കൂളിൽ അത് റോഡിൽ പറയാൻ അല്ല, അതിനല്ല. ഇഷ്ടപ്പെട്ട എഴുതിയാൾക്ക് വേദനയ്ക്ക് റൈറ്റർമാർക്കേ കൊള്ളുള്ളൂ. ജീവിതത്തെ മാറ്റിമറിച്ച ഞാൻ അസീസ് എന്ന വ്യക്തിയെ മാറ്റിമറിച്ച സിനിമ എന്നാണ് കണ്ണൂർ സ്കൂളിലെ ജോസ്. ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ വലിയൊരു അതല്ല അല്ലല്ല, അസീസ് ഞാൻ ഇപ്പൊ എനിക്ക് എന്താണോ ജയന്റെ പോലെ ഇഷ്ടമല്ലേ, രണ്ട് മക്കളെ ഒരേ പോലെ ഇഷ്ടപ്പെടണ്ടേ. അത് എനിക്ക് എന്റെ എല്ലാ ക്യാരക്ടറും ഇഷ്ടപ്പെടാം. പക്ഷെ എന്റെ ജീവിതം മാറ്റിമറിച്ചത്, ഞാനൊരു ആക്ടർ എന്ന് മലയാള സിനിമ അംഗീകരിച്ചത് എനിക്ക് കണ്ണൂർ സ്കൂളിലെ 100% ജോസ്. അതിനകത്തൊരു സംശയമില്ല. അതിന് തൊട്ടു മുമ്പാണെങ്കിൽ 1 കഥാപാത്രം വലിയ കഥാപാത്രമാണ്, മമ്മൂക്കാട് പോലുള്ള കഥാപാത്രം, അതും പറയുന്നു. പക്ഷേ അസീസ് എന്നൊരു വ്യക്തിക്ക് ആ ഒരു പേരും പ്രസക്തിയും കിട്ടിയത് കണ്ണൂർ സ്കൂളിലാണ്. പിന്നീട് നിൽക്കാൻ പോലും സമയമില്ലായിരുന്നു അസീസിന്. ഇപ്പൊ വാഴവരെത്തി നിൽക്കുമ്പോഴേ വാഴ, നുണക്കുഴി, അല്ല എത്രയോ സിനിമകളാണ്. വാഴയിലൊക്കെ നസീർക്ക, ലോബിച്ചേട്ടൻ, നിങ്ങൾ ഇത് വിമർശനത്തിന്റെ അല്ലല്ല അതൊന്നും അതല്ല, അത് നിങ്ങള് നമുക്കിത് പറയണ്ടേ. അല്ല, തീർച്ചയായിട്ടും. കാരണം എന്നെ എല്ലാവരും ഒരുപാട് പേര് വിളിച്ചു വാഴ സിനിമ കണ്ടിട്ട്. പക്ഷെ ബിബിന്റെ ഒരു വിളി, ഞാൻ ഞെട്ടിപ്പോയി. ഒരു ഇതായിരുന്നു, എന്തോ എന്റെ ഇങ്ങനെയൊക്കെയാണ് എന്നെ വിളിച്ചത്. ഞങ്ങളുടെ ബ്ലഡിൽ ഒരു മിമിക്രിക്കാർ കിടപ്പുണ്ട്, കോണട്രാ നമ്മൾ ചെയ്യുമെന്ന് കാണിച്ചപ്പോൾ. കാരണം അവൻ എന്നെക്കാളും ആ പടം വിജയിച്ചതിലും ഞാൻ ചെയ്ത ക്യാരക്ടർ എന്നെക്കാളും ബിബിൻ ആസ്വദിച്ചു, അല്ലെങ്കിൽ അവന് ഇഷ്ടപ്പെട്ടു, അതിൽ അഭിമാനിക്കുന്നു. എനിക്ക് ആ ഒറ്റ എന്താന്ന് പറയുക, ഇവര് 3 പേരും മിമിക്രിക്കാരായോണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ പല കാസ്റ്റിങ്ങിലൊക്കെ ഇരിക്കുമ്പോൾ അത് മിമിക്രി ആവും. 3 പേരും ഒരുമിച്ച് വരികയല്ലോ ഫ്രെയിമിൽ, മിമിക്രി ആവുന്നൊക്കെ പറഞ്ഞ ഒഴിവാക്കലാണ് പതിവ്. ഇത് അതിന് പകരം ഈ 3 പേരെ കൊണ്ടുവന്നിട്ട് ഇത്രയും നല്ല കഥാപാത്രം, അതും എന്തൊരു നല്ല മുഹൂർത്തങ്ങളാണ് ആ സിനിമയിൽ. നസീർക്കയുടെ ഒരു സെക്കൻഡ് ഹാഫ് പൂർണ്ണമായിട്ടും അപ്പൊ എനിക്കത് കണ്ടു കഴിഞ്ഞാൽ അഭിമാനം തോന്നുക പറയും. മകൻ അടിക്കാൻ പറഞ്ഞ പെർഫോമൻസ്, ഇങ്ങേര് കല്യാണ വീട്ടിലെ പെർഫോമൻസ്, പിന്നെ അതുപോലെ നോബിച്ചേട്ടന്റെ പക്വതയുള്ള അച്ഛൻ. എന്റെ അപ്പനൊക്കെ പ്രതീക്ഷിക്കാത്തൊരു ക്യാരക്ടറാണ് നോബിച്ചേട്ടനൊക്കെ അത്രയും സട്ടിലായിട്ടൊരു എന്റെ അപ്പനൊക്കെ നോബിച്ചേട്ടനെ റെപ്രസെന്റ് ചെയ്യുന്ന കഥാപാത്രമാണ്. അതേപോലെ അപ്പൊ എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോ അത്ര ആവശ്യത്തോടെ പറഞ്ഞത് പ്രൗഡ് ആസ് എ മിമിക്രി ആർട്ടിസ്റ്റ് എന്നുള്ളത് തോന്നി. അതോ ഇവര് തോന്നിപ്പിച്ചു, അത് വലിയ കാര്യമില്ല. പുതിയ ഹൈദർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടല്ല, ആ പടത്തിൽ ഞാൻ മറ്റേ അസീസിന്റെ അടുത്തും നോബിയുടെ അടുത്തും പലരും ഞാൻ വിളിച്ചു. അതിനകത്ത് ഞാൻ ബിബിനെ വിളിച്ചോ പറഞ്ഞൊരു കാര്യമുണ്ട്, ഭയങ്കര ഡേഞ്ചറസ് ഒരു കളി ഇവർ ആ സമയത്തുള്ള വരുന്നത് വെച്ചാൽ എല്ലായിടത്തും പോയി കട്ട. നമ്മൾ പൊതുവെ എല്ലാ പടങ്ങളും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ആ മാറ്റർ, ഇപ്പൊ നോബി വാഴ നടുന്ന കാര്യം 30 പേരുടെ അടുത്ത് പറയുന്ന സമയത്ത് ഓപ്പോസിറ്റുള്ള 2 പേര് ഇത് വേണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയണം. ഇത് കഴിഞ്ഞ് നേരെ പോണത് ഇവര് പുള്ളിയുടെ അടുത്ത്, അത് കഴിഞ്ഞ് വേറെ ജഗദീഷിന്റെ അടുത്ത് പോകും, പിന്നെ അത് കഴിഞ്ഞ് നേരെ വേറെ മറ്റേ നമ്മുടെ ജിബിന്റെ അടുത്ത് പോകും. അപ്പൊ ഇതെന്താ കാര്യം വെച്ചാൽ, അപ്പൊ നമുക്ക് ആർക്കാണെങ്കിൽ നമുക്ക് തോന്നും ഇമോഷണൽ കണക്ഷൻ വിട്ടുപോകും. പക്ഷെ അപ്പോഴേക്കും പുള്ളിയുടെ മകനെ മറ്റേ അപ്പാപ്പൻ കളിയാക്കി കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരുന്ന സമയത്ത് ഇവർ അടുത്ത് ചൊറിക്കുന്ന പുള്ളി പൊട്ടിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് കട്ട് ചെയ്ത് വീണ്ടും പോയി കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പുള്ളി മകനെ കെട്ടിപ്പിടിക്കുന്നത്. അപ്പൊ ഞാൻ അടിച്ച് എങ്ങനെ അല്ല അതിലൊരു രസച്ചരടുണ്ട് അല്ലേ. ഇത് എന്റെ ഓണം, എന്റെ മൈജി ഓണം, മാസോണം സീസൺ 2.